ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ക്വാർട്ടറിലെ മൂന്നാമത്തെ പാഠത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. കഴിഞ്ഞ രണ്ട് പാഠങ്ങൾ നമുക്ക് ഒന്നിച്ച് പഠിക്കുവാൻ ദൈവം നമ്മളേവരും സഹായിച്ചു. ഈ മൂന്നാമത്തെ പാഠത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും നമുക്ക് ഒന്നിച്ച് ദൈവവചനം പഠിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്ക് വീണ്ടും ഒരുക്കി തന്ന നല്ല സമയത്തിനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ പാഠപഠനത്തിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും വീണ്ടും വരുവാനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം നമുക്ക് പഠിക്കുവാൻ ലഭിക്കുന്ന എല്ലാ സമയങ്ങളും ദൈവത്തിൻ്റെ ദാനവും ദൈവത്തിൻ്റെ അനുഗ്രഹവുമാണ്. കാരണം ഈ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും അല്ലെങ്കിൽ വായിക്കുവാനും അത് മനസ്സിലാക്കുവാൻ കഴിയാത്ത എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരമെന്ന് പറയുന്നത് തീർച്ചയായും ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹവും പദവിയാണ്. ആ ഒരു പദവിയിൽ ദൈവത്തിൻ്റെ മക്കളായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ഒരിക്കൽ കൂടി എല്ലാ പ്രിയ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒന്നിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കാം. മൂന്നാമത്തെ പാഠത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. എൻ്റെ തലക്കെട്ട് ദുർഘടം പിടിച്ച തുടക്കം എന്നാണ്. നമുക്കറിയാം, ഏതൊരു പ്രവൃത്തിയുടെയും തുടക്കം എന്ന് പറയുന്നത് എത്ര അനുഭവമുള്ളവരായാലും കഴിവുള്ളവരായാലും പരിചയമുള്ളവരായാലും ചില തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അതിൻ്റെ തുടക്കത്തിൽ നമുക്ക് ഒരുപക്ഷെ നേരിട്ടു എന്ന് വരാം. കാരണം പലതരത്തിലുള്ള കാരണങ്ങൾ അതിനുണ്ട്. ഇപ്പോൾ മോശയുടെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ഒരു ദൗത്യം അത് ഏറ്റെടുക്കുമ്പോൾ അതുപോലെ തന്നെ മോശയ്ക്കും ചില പ്രയാസങ്ങളും ചില ബുദ്ധിമുട്ടുകളും ചില പ്രതിസന്ധികളൊക്കെ ആ തുടക്ക സമയത്ത് അനുഭവപ്പെടുവാൻ ഇടയായി. അത് പലപ്പോഴും മോശയെ പല കാര്യങ്ങൾ ചോദിക്കുന്നതിലും സംശയ നിവാരണം നടത്തുന്നതിലും തന്നോട് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് തനിക്ക് അതെന്താണ് എന്ന് ഉറപ്പാക്കുന്നതിനും അത് ചെയ്യുവാനുള്ള സാധ്യതകളെക്കുറിച്ചും മോശയ്ക്ക് അത് ചെയ്യാനുള്ള കഴിവിനെക്കുറിച്ചുമൊക്കെ പലപ്പോഴും മോശ സംശയിക്കുകയും സംസാരിക്കുകയും ദൈവത്തോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ അതിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നാം ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം നമ്മളെ ഒരു ഉദ്ദേശത്തിനായിട്ട് ഒരു ദൗത്യത്തിനായിട്ട് വിളിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് നേരിടാനായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ നാം തീരുമാനമെടുക്കുമ്പോൾ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാവാറുണ്ട്. വിശ്വാസ ജീവിതം അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം നാം ചിന്തിക്കുന്ന പോലെ എപ്പോഴും അത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും മാത്രമല്ല. അതിലപ്പുറമായിട്ട് പലപ്പോഴും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുർഘടങ്ങളും നിറഞ്ഞതാണ് എന്നും ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു പ്രതിസന്ധിയും പ്രയാസവും അഭിമുഖീകരിക്കുവാനും അത് ഏറ്റെടുക്കുവാനും മനസ്സുള്ള തീരുമാനമുള്ള ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് തുടർന്ന് ജീവിക്കുവാനും നാം അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ്
ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെ നമ്മെക്കൊണ്ട് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് കാര്യം നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, അതിൻ്റെ ഒരു ഫലസാപ്തിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് കടന്നു വരുവാൻ കഴിയും. അത്തരമൊരു ആരംഭമായിരുന്നു മോശയുടെ ഈ ദൗത്യത്തിൻ്റെയും തുടക്ക സമയം. നമുക്ക് മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ്. അത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം മോശയും അഹരോനും ഫറവോനോട് ചെന്ന് പറഞ്ഞു, ഇസ്രായേലിൻ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മരുഭൂമിയിൽ എനിക്കൊരു ഉത്സവം ആഘോഷിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. അതിന് ഫറവോൻ, ഇസ്രായേലിനെ വിട്ടയക്കാൻ തക്കവണ്ണം ഞാൻ അവൻ്റെ ശബ്ദം കേൾക്കേണ്ടതിന് അവൻ ആരാണ്? എനിക്ക് യഹോവയെ അറിയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്നാണ് മനപ്പാഠ വാക്യം നമ്മൾ വായിക്കുന്നത്. ഈ ഒരു മനപ്പാഠ വാക്യത്തിൽ നിന്നോ ഫറവോൻ എന്ന മിസ്രൈൻ രാജാവിൻ്റെ അല്ലെങ്കിൽ ഫറവോൻ എങ്ങനെയാണ് ഈ മോശയുടെ വാക്കുകളെ കേൾക്കുന്നതും മോശയെ അയച്ച ദൈവത്തെ എങ്ങനെയാണ് ഫറവോൻ കാണുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ദൈവം അല്ലെങ്കിൽ യഹോവ ആരാകുന്നുവെന്നോ, ആ യഹോവ മോശയെ അയച്ചത് എന്തിനാണ് എന്നോ, ആ മോശയെ അയക്കാനുള്ള ദൈവത്തിൻ്റെ അധികാരം അല്ല ദൈവത്തിൻ്റെ തീരുമാനം എന്താണ് എന്നോ ചിന്തിക്കുവാനുള്ള ഒരു മനസ്സ്, അല്ലെ അത് ആലോചിക്കുവാനുള്ളൊരു മനസ്സ് ഫറവോനോടെ കാണിക്കുന്നില്ല. അതിലുപരിയായിട്ട് ഇപ്പോൾ അവൻ്റെ ശബ്ദം കേൾക്കുവാൻ അല്ലെങ്കിൽ അവൻ പറയുന്ന കാര്യം ചെയ്യുവാൻ അല്ലെങ്കിൽ അവൻ ആരാണ്, അല്ല എനിക്ക് അവനുമായിട്ടുള്ള ബന്ധം എന്താണ്, അല്ല ഞാൻ എന്തുകൊണ്ട് അവനെ അനുസരിക്കണം? കാരണം ഞാൻ രാജാവാണ്, ഇസ്രായേലിലെ ഏറ്റവും അധികാരമുള്ള വ്യക്തിയാണ്. ഏവരും എന്നെ അനുസരിക്കേണ്ടതാണ്, ഭയപ്പെടേണ്ടതാണ്, ബഹുമാനിക്കേണ്ടതാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ പാലിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ഒരു രാജാവ് എങ്ങനെയാണ് യഹോവ അല്ലെങ്കിൽ മോശയുടെ ദൈവം പറയുമ്പോൾ അത് കേൾക്കുവാൻ എനിക്ക് കഴിയുക, അനുസരിക്കാൻ എനിക്ക് കഴിയുക എന്നാണ് ഫറവോൻ്റെ മനോഭാവം, അല്ലെ ഫറവോൻ ചിന്തിക്കുന്നത് അതാണ്. അപ്പോൾ അവിടെയാണ് മോശയുടെ ദൗത്യത്തിൻ്റെ ദുർഘടം അല്ലെങ്കിൽ പ്രയാസങ്ങൾ തുടങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഇവിടെ നാം അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഞായറാഴ്ച ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ യഹോവ ആരാണ് എന്ന് അവിടെ ചോദിക്കുന്നു. അപ്പോൾ യഹോവ ആരാണ് എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ നോക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നതാകുന്നു നിത്യജീവൻ. ഇപ്പോൾ ദൈവത്തെ അറിയുക, അല്ലെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുക, അല്ലെങ്കിൽ യഹോവയെ അറിയുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അവൻ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് ഇല്ലാതായി പോകുവാനല്ല, നശിച്ച് പോകുവാനല്ല. അതിലുപരിയായിട്ട് ദൈവത്തോടു കൂടെ നിത്യം വസിക്കുന്ന ഒരു നിത്യജീവൻ്റെ അവകാശികളായിട്ട് പാവമില്ലാത്ത അവസ്ഥയിൽ അവരെ ഭൂമിയിൽ നിന്ന് വേർതിരിക്കപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിലും കർത്താവിൻ്റെ സ്വഭാവത്തിലും ദൈവിക നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ദൈവമക്കളായിട്ട് നിലനിൽക്കുവാനാണ്, ദൈവത്തോടു കൂടി ആയിരിക്കുവാനാണ് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായും ഫറവോൻ ഇവിടെ യഹോവ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ ഈ ദൈവത്തെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ, നമുക്കറിയാം നമുക്ക് ഈ ലോകത്തിൽ അറിയാത്ത
അനേക കാര്യങ്ങളുണ്ട്. അനേക മനുഷ്യർക്ക് ഈ ലോകത്തിൽ നടക്കുന്ന അനേക സംഭവങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരുണ്ട്. കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ ഈ ലോകത്തിലുണ്ട്. നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത അനേക കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് അത് ഇല്ല എന്നോ അത് ശരിയല്ല എന്നോ അല്ലെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് വിശ്വസിക്കുകയോ കേൾക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നോ നമുക്ക് പറയുവാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഫറവോൻ ചിന്തിക്കുന്നത്, ഫറവോൻ മിസ്രൈമിൻ്റെ ഏറ്റവും വലിയ അധികാരിയായ രാജാവൻ മാത്രമല്ല, മിസ്രൈമിൻ്റെ രീതി അനുസരിച്ച് അല്ലെ ഭരണരീതി അനുസരിച്ച് ഫറോ രാജാക്കന്മാരെ ദൈവങ്ങൾക്ക് തുല്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ ദേവന്മാർക്ക് തുല്യമായിട്ട് ഒരു സ്ഥാനം അവർക്കുണ്ടായിരുന്നു. അവരെ ജനങ്ങൾ ആരാധിക്കണമെന്നും ബഹുമാനിക്കണമെന്നും ഒരു ദൈവതുല്യമായ സ്ഥാനത്ത് അവരെ കാണണമെന്നും അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അധികാരത്തിൻ്റെയും അല്ലെങ്കിൽ അപ്രമാദത്തിൻ്റെയും ആ മുകളിലാണ് അവർ നിലനിൽക്കുന്നത്, അല്ലെ ഫറവോൻ നിലനിൽക്കുന്നത് എന്ന് മിസ്രൈമിലെ രാജാക്കന്മാർ, പ്രത്യേകിച്ച് ഈ രാജാവ് ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവായ ഒരു ദൈവം ഒരു രാജാവിനോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് അനുസരിക്കുവാനോ ചെയ്യുവാനോ യഹോവ ആരാണ്, അല്ല ഞാൻ എന്തുകൊണ്ട് അവൻ്റെ അല്ലെങ്കിൽ വാക്ക് കേൾക്കണം, ഞാൻ എന്തുകൊണ്ട് അവൻ്റെ ശബ്ദം കേൾക്കണം എന്ന് ചോദിക്കുമ്പോൾ ഫറവോനെ എവിടെയാണ് ഈ മിസ്രൈമിൽ മാത്രമല്ല ജീവിതത്തിൽ ഫറവോൻ പ്രതിഷ്ഠിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ദൈവത്തിന് എതിരെ മത്സരിച്ച ലൂസിഫറിൻ്റെ മനോഭാവം, ലൂസിഫറിൻ്റെ ചിന്താഗതി, ലൂസിഫറിൻ്റെ തീരുമാനങ്ങൾ, ലൂസിഫറിൻ്റെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈ ഫറവോൻ്റെ ഈ ചിന്തയിൽ നിന്നും മോശയോടുള്ള സംസാരത്തിൽ നിന്നും മോശയോട് പറയുന്ന വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ സർവ ലോകത്തിൻ്റെയും സൃഷ്ടാവും അതിൻ്റെ ഉടമസ്ഥനും നമ്മുടെ എല്ലാവരുടെയും വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തെ ഭയപ്പെടുവാനോ അല്ലെങ്കിൽ മോശ ദൈവം പറഞ്ഞ കാര്യം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുവാനുള്ളൊരു മനസ്സ് ഫറവോന് ഇല്ലാതെ വരുമ്പോൾ എത്രമാത്രം ദൈവത്തെയും ദൈവത്തിൻ്റെ അധികാരത്തെയും ദൈവത്തിൻ്റെ സ്ഥാനത്തെയും നിരാകരിക്കുന്ന, നിഷേധിക്കുന്ന, അതിനെ അല്പം പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മനസ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയാണ് ഫറവോന് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ മനപ്പാഠവാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഫറവോൻ പറയുന്നത്, അപ്പോൾ ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കുകയുമില്ല, അല്ല ഞാൻ അവനെ അറിയുകയില്ല, അതുകൊണ്ട് ഞാൻ ഇസ്രായേലിനെ വിട്ടേക്കുകയുമില്ല. അപ്പോൾ എനിക്ക് യഹോവയുമായിട്ട് ഒരു ബന്ധവുമില്ല, എനിക്കവൻ്റെ വാക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ആ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് അങ്ങനെയൊരു ദൈവമായിട്ടൊരു ബന്ധവുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ ദൈവം മോശയോട് പറയുന്ന കാര്യം അനുസരിക്കേണ്ട ആവശ്യം എനിക്ക് ഇല്ല എന്നാണ് ഇവിടെ ഫറവോൻ ചിന്തിക്കുന്നത്. വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഫറവോൻ ഇങ്ങനെയൊരു തീരുമാനം എടുക്കുവാനോ അത്തരത്തിൽ തൻ്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ആയിത്തീരുവാനോ ഇടയായി തീർന്നതെന്ന് നമുക്ക് തുടർന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. വാസ്തവം പറഞ്ഞാൽ യഹോവയെ ദൈവത്തിന് ഫറവോനുമായിട്ട് പ്രത്യേകമായ ഒരു ഇടപാടും ഇല്ല. അതിലുപരിയായിട്ട് തൻ്റെ ജനത്തെ വിട്ടയക്കുന്നതോടൊപ്പം തന്നെ മിസ്രൈമിലെ
ജനങ്ങളെ, ഫറവോൻ അടക്കമുള്ള അവിടുത്തെ അധികാരികളെ യഹോവയായ ദൈവം ആരാകുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും മിസ്രൈമിലെ ആയിരക്കണക്കിനുള്ള ദേവന്മാരോ ദേവതകളോ അവർ എത്രമാത്രം അല്ലെങ്കിൽ ശക്തിയില്ലാത്ത, അല്ലെങ്കിൽ ദൈവങ്ങൾ എന്ന് അല്ലെങ്കിൽ പറയുമ്പോൾ, ദേവതകൾ എന്ന് പറയുമ്പോൾ എത്രമാത്രം ശക്തിഹീനരും പ്രവർത്തിക്കാൻ കഴിയില്ലാത്തവരും ജീവനുള്ള ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ കഴിയാത്തവരുമാണ് എന്ന് ഫറവോനെയും മിസ്രൈമിലെ ജനങ്ങളെയും മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരവസരം ഉണ്ടാക്കി എടുത്തുകൊണ്ട് മിസ്രൈമിൻ്റെ വിശ്വാസത്തെയും മിസ്രൈമിലെ മതസമ്പ്രദായങ്ങളെ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെയും അവരുടെ ആരാധനാ രീതികളെയും അവരുടെ ആരാധനാ മൂർത്തികളെയും അവർക്ക് മുമ്പിൽ അവർ ഒന്നുമല്ല എന്ന് തുറന്നു കാണിക്കുവാനുള്ളൊരു ഒരു ഉദ്ദേശം കൂടി, അല്ലെങ്കിൽ അതായിരുന്നു ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു തുടക്കത്തിലേക്ക് ഫറവോനെ അങ്ങനെ ചിന്തിക്കുവാനും അങ്ങനെ പ്രതികരിക്കുവാനും അങ്ങനെ സംസാരിക്കുവാനും ഇടയാക്കി തീർക്കുന്ന തരത്തിൽ ഫറവോൻ്റെ ഹൃദയത്തെ അത്തരത്തിൽ രൂപാന്തരപ്പെടുവാൻ അനുവദിക്കുവാൻ കാരണവും അതുകൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ, തിങ്കളാഴ്ച ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ദുഷ്കരമായ തുടക്കം എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് വായിക്കുമ്പോൾ, ഇവിടെ ദൈവം മോശയെ വിളിച്ച് ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുവാനുള്ള ദൗത്യവുമായിട്ട് ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് അയക്കുമ്പോൾ മോശ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് നമുക്കറിയാം. മോശയെ സംബന്ധിച്ച് സംസാരിക്കുവാൻ പ്രാഗൽഭ്യമുള്ളവനല്ല, വാക്ചാതുര്യം ഉള്ളവനല്ല. അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ മുൻ പാഠത്തിൽ നാം പഠിച്ചതുപോലെ ദൈവത്തിന് മുമ്പാകെ മോശ അവതരിപ്പിക്കുമ്പോൾ അതിനുള്ളൊരു വഴി ദൈവം മോശയ്ക്ക് മുമ്പാകെ തുറന്നു കൊടുത്തുകൊണ്ട് തൻ്റെ സഹോദരനായ അഹരോൻ മോശയ്ക്ക് വേണ്ടി സംസാരിക്കുകയും അങ്ങനെ ഫറവോനോട് പറയാനുള്ള കാര്യം മോശ അഹരോനോട് സംസാരിച്ച് അഹരോൻ ഫറവോനോട് സംസാരിച്ചുകൊണ്ട് എന്താണോ ദൈവം മോശയോട് പറഞ്ഞ് മോശ ഫറവോനോട് സംസാരിക്കേണ്ടത് അത് അഹരോൻ മുഖാന്തരം സംസാരിക്കും എന്ന് പറയുകയും അങ്ങനെ മോശയും അഹരോനും മിസ്രൈമിൽ ചെന്നിട്ട് അവിടുത്തെ ഇസ്രായേലിലെ മൂപ്പന്മാരെയും അതുപോലെ ജനങ്ങളെയും വിളിച്ചു കൂട്ടി തങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നും തങ്ങളെ ആരാണ് അയച്ചത് എന്നും അവരോട് വ്യക്തമായിട്ട് സംസാരിച്ചിട്ട് അവരെ ദൈവം മിസ്രൈമിൽ ചെന്ന് ഫറവോനോട് മോശ സംസാരിക്കുമ്പോൾ മോശ പറയുന്ന വാക്കുകൾ ഫറവോന് വിശ്വസിക്കുവാൻ കഴിയാതെ വന്നാൽ അവിടെ ചെയ്യുവാൻ ആവശ്യപ്പെട്ട അടയാളങ്ങൾ അല്ലെങ്കിൽ അത്ഭുത പ്രവൃത്തികൾ ആ ജനത്തെ കാണിക്കുകയും ചെയ്ത് തങ്ങൾ ദൈവത്താൽ അയക്കപ്പെട്ടവരാണ് എന്ന് ആ ജനത്തിന് ബോധ്യം വന്നപ്പോൾ അവർ ആ മോശയുടെയും അഹരോൻ്റെയും വാക്ക് വിശ്വസിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ അവർ കുമ്പിടുകയും അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു എന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം അഹരോനും മോശയും ഫറവോൻ്റെ അടുക്കൽ വന്ന് തൻ്റെ ജനത്തെ വിട്ടയക്കുവാൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ആവശ്യപ്പെടുന്നു. കാരണം അവർ ദൈവത്തിന് ആരാധന കഴിക്കുവാൻ, യഹോവയ്ക്ക് ആരാധന കഴിക്കുവാൻ അവരെ വിട്ടയക്കണം എന്ന് പറയുമ്പോൾ ഫറവോൻ അത് മനസ്സിലാക്കുന്നത് ഈ ജനങ്ങൾ അവരുടെ വേലയിൽ നിന്ന് അവരുടെ ജോലിയിൽ നിന്ന് മാറുവാനും അവരുടെ ജോലി സമയം കുറച്ചുകൊണ്ട് അവർക്ക് വിശ്രമം കൊടുക്കുവാനും അവരെ കുറേ കൂടി അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കാര്യത്തിൽ മടിയുള്ളവരാക്കി തീർക്കുവാനും മനഃപൂർവ്വം മോശയും അഹ്റോനും ഇവരെ ഈ കാര്യം പറഞ്ഞ് അവരുടെ ജോലി അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് മാറ്റുവാനും അവരെ കുറച്ചുകൂടി മടിയന്മാരാക്കി തീർക്കുവാനും
ആണ് ഇത് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ ജോലിഭാരം വളരെയധികം അവിടുന്ന് കൂട്ടുവാൻ ഒരു സാഹചര്യം അത് ഉണ്ടാക്കി. അപ്പം അവരുടെ ജോലി സമയം കൂട്ടുക മാത്രമല്ല, അവർ ചെയ്യേണ്ട ജോലിയുടെ അളവും വളരെ കൂടുതൽ കൂട്ടുകയും മാത്രമല്ല, അവർക്ക് ലഭിക്കേണ്ടതായ മറ്റ് സാധനങ്ങൾ, അല്ലെങ്കിൽ അവർ ഇഷ്ടിക ചുടുവാൻ ആവശ്യമായ വൈക്കോല് അവർക്ക് നേരത്തെ ആ ജോലി സ്ഥലത്ത് നൽകി കൊടുത്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവരെ എത്തിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ, ഇപ്പോൾ അവർ അത് തന്നെ ചെന്ന് കൊണ്ടുവന്ന് ഇഷ്ടിക ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ഈ മോശയും അഹരോനും ഈ ജനത്തെ യഹോവയ്ക്ക് പ്രാർത്ഥന കഴിക്കുവാൻ, യാഗം കഴിക്കുവാൻ വിട്ടഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഈ ഒരു അർത്ഥത്തിൽ കണ്ടുകൊണ്ട് അവരുടെ ജോലിഭാരം കൂട്ടുവാനും കൂടുതൽ കഷ്ടപ്പാടുകൾ, കൂടുതൽ പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുത്തുവാനും ഇടയായിത്തീർന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രമാണിമാർ ഫറവോൻ്റെ അടുക്കൽ ചെന്നിട്ട് ഇവരെ ഊഢ്യവിചാരന്മാർ വളരെയധികം പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നു, അവരെ ഉപദ്രവിക്കുന്നു, അത് നിന്റെ ജനത്തിന് പാപമാണ് എന്ന് സംസാരിക്കുമ്പോഴും അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യുവാൻ ഫറവോൻ മനസ്സ് കാണിക്കുന്ന മാത്രമല്ല, അതിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല, നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് വീണ്ടും നിർബന്ധിക്കുകയും അത്രമാത്രം അവരുടെ ജീവിതം കുറേ കൂടി ദുഷ്കരമാക്കി, പ്രയാസം നിറഞ്ഞതാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇസ്രായേൽ ജനത്തിന് അത് വളരെ പ്രയാസമാവുന്ന ഒരു കാര്യം ആയിത്തീർന്നു. കാരണം അവിടെ അവർ പറയുന്നത്, പുറപ്പാട് പുസ്തകം 5:21 വായിക്കുന്നത്, നിങ്ങൾ ഫറവോൻ്റെയും അവൻ്റെ ഭൃത്യന്മാരുടെ മുമ്പാകെ ഞങ്ങളെ നാറ്റി, ഞങ്ങളെ മോശമാക്കി, ഞങ്ങളെ കൂടുതൽ പ്രയാസപ്പെടുത്തി. കാരണം നിങ്ങൾ വന്ന് പറഞ്ഞ ഈ കാര്യം കേട്ടതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിടുതലോ ഒരു ആശ്വാസമോ അല്ലെങ്കിൽ ഞങ്ങളുടേതായ ജീവിത അല്ലെങ്കിൽ പ്രക്രിയയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു വ്യതിയാനം ഉണ്ടാകുവാനോ ഇടയായില്ല. അതിലുപരിയായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നതായ ജോലി അതിൻ്റെ ഇരട്ടിയായിട്ട് ഞങ്ങൾ കഷ്ടപ്പെടുവാനും ഞങ്ങൾ കൂടുതൽ അധികമായിട്ട് പ്രയാസം അനുഭവിക്കുവാനും ഇടയായിത്തീർന്നു. മാത്രമല്ല, ശാരീരികമായ ഉപദ്രവം വരെ ഞങ്ങൾക്ക് ഏൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് വന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നമുക്കറിയാം, തീർച്ചയായിട്ടും ഈ ജനം മോശയോടും അഹരോനോടും തിരിച്ച് ആ രീതിയിൽ സംസാരിക്കുമ്പോൾ, അവർ അസ്വസ്ഥരാകുമ്പോൾ, അവർ അസന്തുഷ്ടരാകുമ്പോൾ അവരുടെ ആ പ്രതികരണം അങ്ങനായി തീരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നേരത്തെ ചെയ്തിരുന്ന പ്രവൃത്തി തന്നെ, ജോലി തന്നെ, അതിൽ ഇരട്ടി അവർക്ക് ജോലിഭാരം ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അതിൽ യാതൊരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയും ചെയ്യുവാൻ ഫറവോൻ മനസ്സ് കാണിക്കാഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ മേൽ ആക്കി വെച്ചിരുന്ന ഊഴിയവിചാരകന്മാരും പ്രമാണിമാരും അവരെ കൂടുതൽ പ്രയാസപ്പെടുത്തുവാനും കൂടുതൽ കഷ്ടത്തിലേക്ക് അവരെ തള്ളിവിടുവാനും അവരുടെ ജീവിതം ഏറെ ദുഃഖമാക്കി തീർക്കുവാനും ഇടയായി തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പം അതാണ് ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ മോശത്തിൻ്റെ ദൗത്യം തുടങ്ങിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം. അപ്പോൾ മോശൻ്റെ ദൈവത്തിൽ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ദൈവം മോശയെ പറഞ്ഞയച്ചപ്പോൾ ഈ ജനത്തിന് ഒരു വിടുതൽ ഉണ്ടാകുവാൻ സാധിച്ചില്ല. മാത്രമല്ല, അവരുടെ ജീവിതം കുറേ കൂടി ദുഷ്കരമായി തീർന്നതുകൊണ്ട് അവർക്ക് എത്രമാത്രം ഒരു നീരസം, പ്രയാസം ഞങ്ങളോട് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളോട് തോന്നുവാൻ ഇടയായി തീർന്നു എന്ന് മോശ തന്നെ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് പരിതപിക്കുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ദുഷ്കരമായ അനുഭവമാണ് മോശ തൻ്റെ ദൗത്യമായിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലേക്ക് കടന്നു ചെന്നപ്പോൾ ആദ്യമായിട്ട് അവർക്ക് ഉണ്ടായതും മോശയ്ക്കും അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു വലിയ കൈപ്പേറിയ ഒരു അനുഭവം എന്ന് പറയുന്നത്, തൻ്റെ ജനത്തെ വിട്ടയക്കുവാൻ അല്ലെങ്കിൽ തൻ്റെ ജനത്തെ ഒരു വിടുതൽ ആഗ്രഹിച്ചുകൊണ്ട് ഫറവോൻ്റെ അടുക്കൽ കടന്നു ചെന്ന്
മോശയും അഹരോനും ചെന്ന് സംസാരിച്ച ഒരു കാരണം കൊണ്ട് തന്നെ തൻ്റെ ജനങ്ങളെ കൂടുതൽ കഷ്ടത്തിലേക്കും പ്രയാസത്തിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും അല്ലെങ്കിൽ ആക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾ സംസാരിച്ച മുഖാന്തരം ഉണ്ടായല്ലോ എന്ന ഒരു വലിയ ചിന്താഭാരം, ഒരു വലിയ പ്രയാസം മോശയെ ഭരിച്ചിരുന്നുവെന്ന് നമ്മളവിടെ മനസ്സിലാക്കുന്നുണ്ട്. നാം ചൊവ്വാഴ്ച ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദിവ്യമായ ഞാൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ യഹോവയെക്കുറിച്ച് നമ്മൾ വീണ്ടും വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ അബ്രാഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, വീണ്ടും നമ്മൾ പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങളെ വീണ്ടെടുക്കും, ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കി കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ യഹോവ ആരാണ്? അല്ലെ, ഫറവോൻ ചോദിച്ച ആ ചോദ്യം ഫറവോൻ മാത്രമല്ല, ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേലും പൂർണ്ണമായിട്ട് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും മോശ മുഖാന്തരം യഹോവ ആരാണ് എന്ന് ഇസ്രായേൽ ജനത്തിന് അറിയാമെങ്കിലും ഈ വളരെ നാളത്തെ കഷ്ടതയും പ്രയാസങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ പലപ്പോഴും യഹോവയെ ആരാധിക്കുവാനോ യഹോവയോട് സംസാരിക്കുവാനോ അല്ലെങ്കിൽ യഹോവയുടെ വചനം കേൾക്കുവാനോ അല്ലെങ്കിൽ യഹോവയുമായിട്ട് അല്ലെങ്കിൽ ഒരു സാമീപ്യത്തിൽ വരുവാനോ ഒക്കെ ഉള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട് നഷ്ടപ്പെട്ട് ഒരു പൂർണ്ണമായ ഒരു ജഡീകമായ ഭൗതികമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് നിരന്തരം കഷ്ടപ്പാടും പ്രയാസങ്ങളും അധ്വാനവും കൊണ്ട് ഒരു വളരെ പ്രയാസമേറിയ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ആ ജനത്തിന് യഹോവ എത്ര ദയയും സ്നേഹവും മനസ്സിലും കരുതലും ഉള്ള ദൈവമാകുന്നുവെന്നും തൻ്റെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയും അല്ലെങ്കിൽ വാഗ്ദത്തങ്ങളും ഓർക്കുന്നൊരു ദൈവമാകുന്നുവെന്നും എത്രമാത്രം തൻ്റെ ജനത്തോട് ആ ദൈവത്തിന് സ്നേഹമുണ്ട് എന്നും ഒരുപക്ഷെ നേരിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന അവസരങ്ങൾ അവർ ജീവിതത്തിൽ ഇല്ലാതെ പോയത് കൊണ്ട് തന്നെ യഹോവ പറയുന്ന വാക്കുകളെ പൂർണ്ണമായിട്ട് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ആ സമയത്ത് അനേക ജനങ്ങൾക്ക് കഴിഞ്ഞില്ല. അത് നമുക്ക് അവരുടെ യാത്രയിലുടനീളം നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. കാരണം വളരെ നാളുകൾ ഒരു വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നിരുന്ന ജനത്തിന് അവിടുന്നൊരു വ്യത്യാസം അല്ലെങ്കിൽ അവിടുന്നൊരു വിടുതൽ ഉണ്ടായി എന്ന് വരുമ്പോഴും പൂർണ്ണമായിട്ടും അതുകൊണ്ട് തന്നെ തങ്ങളെ നയിക്കുന്ന അല്ലെങ്കിൽ തങ്ങളെ വിളിച്ചിറക്കിയ അല്ലെങ്കിൽ തങ്ങൾക്ക് അല്ലെങ്കിൽ വിടുതൽ നൽകിയ ഒരു ദൈവം തങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുവാൻ അല്ലെങ്കിൽ പ്രയാസം തോന്നുന്നത് സ്വാഭാവികമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒന്ന്, ദൈവം സംസാരിക്കുക മാത്രമല്ല, ഇപ്പോൾ തൻ്റെ ജനത്തിന് വേണ്ടി അനുകൂലമായിട്ട് ശക്തമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് എന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിൻ്റെ അനുഭവത്തിൽ നിന്നും അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ ആലോചനകളും അതിനുവേണ്ടി ദൈവം ഒരുക്കുന്ന വഴികളുമൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ജനത്തോട് എത്രമാത്രം സ്നേഹവും കരുതലും മനസ്സിലും ദൈവത്തിനുണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ദിവ്യമായ അല്ലെ ഞാൻ എന്ന് യഹോവ തന്നെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഒന്ന്, ഞാൻ ദൈവമാണ്. രണ്ട്, ഞാൻ ഗോത്രപിതാക്കന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവമായി. മൂന്ന്, ഞാൻ അവരുമായിട്ട് എൻ്റെ ഉടമ്പടിയെ സ്ഥാപിച്ചു. നാല്, ഞാൻ അവർക്ക് കനാൻ ദേശം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു. അഞ്ച്, ഞാൻ ഇസ്രായേൽ മക്കളുടെ ഞരക്കം കേട്ടു. ആറ്, നിങ്ങൾക്ക് വാഗ്ദേശം നൽകുമെന്ന എൻ്റെ ഉടമ്പടി ഞാൻ ഓർത്തു. അപ്പോൾ എത്രമാത്രം ആ ജനത്തോട്, ഇസ്രായേൽ ജനത്തോട് ആഴമായ സ്നേഹവും കരുതലും അല്ലെങ്കിൽ ആർദ്രതയും അല്ലെങ്കിൽ അവരോട് അത്രമാത്രം അടുത്ത ബന്ധവും ദൈവത്തിനുണ്ടായിരുന്നുവെന്ന്
നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. ഒന്ന്, ദൈവം അല്ലെങ്കിൽ യഹോവ അവരുടെ ദൈവമാണ്. മാത്രമല്ല തൻ്റെ പിതാക്കന്മാർക്ക് ദൈവം ചെയ്ത ഉടമ്പടികളെ എല്ലാവൻ ഓർക്കുകയും അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് സംസാരിക്കുകയും അവരുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും അത് മുഖാന്തരം അവർക്ക് ദൈവം ഒരു വാഗ്ദത്ത ദേശം നൽകാം എന്ന് പറയുകയും ദൈവം ആ ജനത്തിൻ്റെ നിലവിളി കേട്ട് ഞരക്കം കേട്ട് ആ വാഗ്ദത്ത ദേശത്തെ ഓർത്തുകൊണ്ട് അവരെ ആ വാഗ്ദത്ത നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ദൈവം ഇറങ്ങി വരുന്നു. അല്ലെങ്കിൽ അതിന് മോശയുടെ അടുക്കൽ കടന്ന് വന്ന് സംസാരിച്ച് ആ കാര്യങ്ങൾ മോശയെ ഓർമ്മപ്പെടുത്തി മോശയ്ക്ക് ആ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എന്ത് ചെയ്യണം, എന്ത് അല്ലെങ്കിൽ ആവശ്യപ്പെടണം, അല്ലെങ്കിൽ ഫറവോൻ്റെ മറുപടിക്ക് എങ്ങനെ പ്രതികരിക്കണം എന്നുവരെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് സംസാരിച്ചുകൊണ്ട് അവിടെ ദൈവം ഇടപെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ 3-4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഒന്ന്, ഇപ്പോൾ ദൈവം ഇസ്രയേലിന് അവരെ വിടുവിക്കുവാൻ പ്രത്യേകിച്ച് പറയുന്ന 4 കാര്യങ്ങളുണ്ട്. അവരെ സംബന്ധിച്ച് അവരോടുള്ള സ്നേഹത്തിൻ്റെയും അവരോടുള്ള ദൈവത്തിൻ്റെ മനസ്സിലിവിൻ്റെയും അടയാളമായിട്ട്, അല്ലെങ്കിൽ അതിന് കാരണമായിട്ട് നമ്മൾ കാണുന്ന ഒന്ന്, മിസ്രയീമ്യരുടെ നുഖത്തിൽ നിന്ന് ദൈവം അവരെ മോചിപ്പിക്കുന്നു. 2, അവരുടെ അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കുന്നു. 3, നീട്ടിയ ഭുജത്താലും ശക്തമായ ന്യായാധിപതികളാലും ദൈവം അവരെ വീണ്ടെടുക്കുന്നു. 4, ഞാൻ നിങ്ങളെ എൻ്റെ സ്വന്തം ജനമായി എടുക്കും, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും എന്ന് പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നു. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ദൈവത്തിന് തൻ്റെ ജനമായ ഇസ്രായേലിനോട് എത്രമാത്രം അടുത്ത അല്ലെങ്കിൽ ആ ബന്ധം ഉണ്ടാക്കുവാനും ആ ബന്ധത്തിൽ നിലനിൽക്കുവാനും ആ ഒരു ദൈവജനവുമായിട്ടുള്ള ആ അടുപ്പമുള്ള ഏറ്റവും സൗഹൃദമുള്ള ഒരു ആത്മബന്ധമുള്ള അനുഭവത്തിലൂടെ അവരോട് കൂടെ സഞ്ചരിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഈ 3-4 കാര്യങ്ങൾ ഇവിടെ ദൈവം പറയുമ്പോൾ തൻ്റെ ജനവുമായിട്ടുള്ള ബന്ധം സുരക്ഷിതമായി പുനഃസ്ഥാപിച്ചുകൊണ്ട് ഒരു രക്ഷാവലയത്തിനുള്ളിൽ അവർക്കൊരു കാവൽ ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ സുരക്ഷിതമാക്കി യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളോ ഒരു അനർത്ഥങ്ങളോ മറ്റ് വീഴ്ചകളോ ദുരിതങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാതെ അവർക്ക് ഏറ്റവും അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അനുഭവത്തിലൂടെ ആ അടിമത്തത്തിൽ നിന്ന്, മിസ്രയീമിൻ്റെ നുഖത്തിൽ നിന്ന്, അവരുടെ പീഡനത്തിൽ നിന്ന് ദൈവം തൻ്റെ അല്ലെങ്കിൽ ഗോത്രപിതാക്കന്മാർക്ക് നൽകിയ ഉടമ്പടി അനുസരിച്ച് ഓർത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ ഞരക്കവും കരച്ചിലും കേട്ട് ദൈവം ഇപ്പോൾ തൻ്റെ ജനത്തെ വിടുവിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന് മോശ മുഖാന്തരം അവരോട് സംസാരിക്കുമ്പോൾ ആ ജനത്തെ എത്രമാത്രം ദൈവം സ്നേഹിക്കുകയും എത്രമാത്രം അവരോട് ദൈവം തൻ്റെ ഹൃദയത്തിൽ ദയയും കരുണയും അവർക്ക് സൂക്ഷിച്ചിരിക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം പറയുമ്പോൾ, നിങ്ങളെ വീണ്ടെടുക്കും, ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കി കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവവും തൻ്റെ ജനവുമായിട്ട് ഒന്നിച്ച് സഹവസിച്ച്
ആ ദൈവത്തിൻ്റെ സംരക്ഷണയിലും കാവലിലും തൻ്റെ ജനം അടിമത്തത്തിൽ നിന്ന് ഇറങ്ങി ആ മിസ്രൈമിൻ്റെ നുകം അല്ലെങ്കിൽ എടുത്തു മാറ്റി അവരെ സ്വതന്ത്രമായിട്ട് ദൈവത്തിൻ്റെ സംരക്ഷണത്തിലും കാവലിലും അവരെ അവിടുന്ന് വിളിച്ചിറക്കുന്ന ദൈവം തൻ്റെ ജനത്തിന് ദൈവമായിരിക്കുകയും അവർ ദൈവത്തിൻ്റെ മക്കളായിരിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ആ പിതൃസ്നേഹം അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ വാത്സല്യം എത്രമാത്രം യഹോവ ദൈവത്തിന് ഈ ഇസ്രായേൽ ജനത്തോടുണ്ട് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ജൂലൈ 16 ബുധൻ നമ്മളിവിടെ കേൾക്കുന്നത്, നമ്മളുടെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് പരിച്ഛേദന ഏൽക്കാത്ത അധരങ്ങൾ എന്നാണ്. ഇപ്പം ഇവിടെ പരിച്ഛേദന ഏൽക്കാത്ത അധരങ്ങൾ എന്ന് പറയുമ്പോൾ മോശ മുഖാന്തരം ദൈവം ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചില വാഗ്ദാനങ്ങൾ മോശയ്ക്ക് ദൈവം നൽകിയിരുന്നു. അപ്പോൾ ഇസ്രായേൽ ജനത്തെ നയിക്കുവാനും അവരെ മിസ്രൈമിൽ നിന്ന് അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരുവാനും എന്തൊക്കെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മോശയോട് സംസാരിക്കുന്നു. എന്നാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ അഹ്റോനും മോശയും ചെന്ന് ഫറവോനോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ആവശ്യങ്ങൾ കേൾക്കുമ്പോൾ ഫറവോനും അതുപോലെ ഊഴിയ വിചാരന്മാരും ഇവർ സംസാരിക്കുന്ന കാര്യം ഈ ജനത്തെ മിസ്രൈമിന് യാതൊരു തരത്തിലുള്ള ഒരു സഹായം ചെയ്യുവാൻ കഴിയാത്ത ഒരു ജനമാക്കി മാറ്റി, അല്ലെങ്കിൽ അവരിൽ നിന്ന് യാതൊരുവിധ അവരുടെ അല്ലെങ്കിൽ പ്രവൃത്തിയും അവരുടെ ജോലിയും മിസ്രൈമിന് ഒരു തരത്തിലുള്ള ഒരു സഹായമായി തീരരുത്. അതുകൊണ്ട് അവരുടെ ജോലി കാര്യങ്ങൾ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ഇവർ പറയുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ജോലിഭാരം വളരെ കൂട്ടുകയും ഏറെ കഷ്ടവും പ്രയാസവും കഠിനാധ്വാനവും അവർക്ക് നൽകുകയും ചെയ്യുമ്പോൾ ഈ ജനത്തെ സംബന്ധിച്ച് അവർക്ക് വളരെ പ്രയാസങ്ങളും വേദനയും നിരാശയും അതുപോലെ പരാതികളും അവിടെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ അങ്ങനെ ചില അവസ്ഥകളെക്കുറിച്ച്, അങ്ങനെ ചില അനുഭവങ്ങളെക്കുറിച്ച് നമ്മളിവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഇയ്യോബിൻ്റെ ജീവചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം എത്രമാത്രം ഒരു വേദനയുടെയും പ്രയാസത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും അല്ലെങ്കിൽ തനിക്കുള്ള സകലവും ഒന്നൊന്നായിട്ട് തന്നിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ചിന്താഗതി എന്ത് ആയിരിക്കും, തൻ്റെ മനസ്സിലൂടെ കടന്നു പോരുന്ന അല്ലെങ്കിൽ പ്രയാസങ്ങളും വേദനകളും എത്രമാത്രമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ ചിന്തിക്കുവാൻ കഴിയും. ഇപ്പോൾ ഒരു സാധാരണ രോഗം അല്ലെങ്കിൽ വന്ന് അത് ഭേദമാകാതെ ഒരു കുറച്ച് നാൾ തുടരുമ്പോൾ ഒരു വ്യക്തി എത്രമാത്രം ഒരു നിരാശ അനുഭവത്തിലേക്ക് കടന്നു പോകുമെന്നും, അല്ലെങ്കിൽ തനിക്ക് ലഭിക്കും എന്ന് ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ലഭിക്കാതെ വരുമ്പോൾ, തനിക്ക് അല്ലെങ്കിൽ ഇന്ന കാര്യം അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം നേടാം, എനിക്ക് ഇന്ന കാര്യം സ്വന്തമായിട്ടുണ്ട് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ അല്ലെങ്കിൽ നമ്മളിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ നമുക്കത് ലഭിക്കാതെ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രയാസങ്ങൾ വരുമ്പോൾ, നമ്മൾ വിശ്വസിച്ചിരുന്ന ഓരോ കാര്യങ്ങളും നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എത്രമാത്രം പ്രയാസം, എത്രമാത്രം വേദന ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് എന്ന് നമുക്കുണ്ടാകും. എന്നാൽ ഇവിടെ നാം ഇയ്യോബിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, ഇയ്യോബിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഒരു നിരാശയും ഒരു വേദനയും ഇയ്യോബിനെ ഭരിക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നില്ല. ഇയ്യോബിൻ്റെ സുഹൃത്തുക്കൾ വന്ന് അനേക കാര്യങ്ങൾ ഇയ്യോബിനോട് ചോദിക്കുന്നുണ്ട്, ഇയ്യോബിനോട് സംസാരിക്കുന്നുണ്ട്, ഇയ്യോബിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയ്യോബിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇയ്യോബ് ഒരു സ്ഥലത്തും അല്ലെങ്കിൽ ഒരിടത്ത് പോലും തൻ്റെ ജീവിത അനുഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ താൻ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച്, പ്രയാസങ്ങളെക്കുറിച്ച്, നഷ്ടങ്ങളെക്കുറിച്ച്
തൻ്റെ ശാരീരമായിട്ടുള്ള വേദനയെക്കുറിച്ച് ഇയ്യോബ് ഒരിക്കലും അവിടെ പരാതിപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പം അതുപോലെ നമുക്ക് സങ്കീർത്തനകനായ ആസാഫ് തൻ്റെ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോൾ അവിടെയും മനുഷ്യൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും കുറിച്ച് ആസാഫ് പറയുന്നുണ്ട്. മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് നേരിടുന്ന പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും അതിൻ്റെ അവസാനം ഏറ്റവും നല്ല ഒരു പര്യവസാനത്തിൽ ആസാഫ് പറഞ്ഞു നിർത്തുന്നതായിട്ട് നമുക്ക് 73-ാം സങ്കീർത്തനം നമ്മൾ നോക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ നഷ്ടങ്ങളോ വീഴ്ചകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നാം ദൈവത്തോട് പരിതപിക്കുകയും ദൈവത്തെ കുറ്റം പറയുകയും നമ്മുടെ സാഹചര്യങ്ങളെ ശപിക്കുകയും അല്ലെങ്കിൽ നടത്തുന്നവരെ നമ്മൾ അല്ലെങ്കിൽ അവരെ ഭത്സിക്കുകയും വഴക്ക് പറയുകയും അവരെ ശകാരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളിൽ നാം അല്ലെങ്കിൽ അസന്തുഷ്ടി പ്രകടിപ്പിക്കുകയും നമ്മൾ നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മൾ വളരെ തിരിച്ച് നമ്മൾ അല്ലെങ്കിൽ ഒരു നന്ദിയില്ലാതെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ നമ്മളൊരു നന്ദിയോ സ്നേഹവുമില്ലാതെ നാം പ്രതികരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഏത് സാഹചര്യങ്ങളെയും നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് സംഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും നിരാശകളും രോഗങ്ങളും മറ്റ് നഷ്ടങ്ങളായാലും നമ്മളെ അതിൽ നിൽക്കുകയും വിടുവിക്കുവാനും നമ്മളെ ദൈവഹിതത്തിന് നാം ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ നാം ആയിരിക്കേണ്ട സ്ഥാനത്ത് ആയിരിക്കേണ്ട രീതിയിൽ തന്നെ നമ്മളെ ആക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഇയ്യോബ് വിശ്വസിച്ച പോലെ ആസാഫ് പറഞ്ഞ പോലെ മറ്റ് അനേക ദൈവത്തിൻ്റെ മക്കൾ വിശ്വസിച്ചതുപോലെ നാം വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇപ്പോൾ നമ്മൾ അത് കൂടാതെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ നമ്മളത് ഓർക്കാതെ അല്ലെങ്കിൽ നമ്മളത് ചിന്തിക്കാതെ ഇപ്പം ഇയ്യോബിനെ സംബന്ധിച്ച് തൻ്റെ ഭാര്യയോട് പറയുന്നത് നാം ഇത്രയും അനുഗ്രഹം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചില്ലയോ, എന്തുകൊണ്ട് ഈ തിന്മ കൂടി നമുക്ക് സ്വീകരിച്ചുകൂടാ? അപ്പം ദൈവം നമ്മളെ ഇത്രത്തോളം വഴി നടത്തി, ഇത്രത്തോളം നമ്മുടെ കൂടെ ഇരുന്നു, നമുക്ക് വേണ്ടതൊക്കെയും നൽകി തന്നു, നമുക്ക് ആവശ്യമായ ഭൗതികവും ആത്മീയമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി. എന്നാൽ നമുക്ക് ജീവിതത്തിലിടയ്ക്ക് ഒരു പ്രയാസം നേരിട്ടതുകൊണ്ട്, ഒരു പ്രതിസന്ധി വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രയാസം നമുക്ക് അല്ലെങ്കിൽ അഭിമുഖീകരിക്കേണ്ടി വന്നതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇല്ലാതായെന്നോ അല്ലെങ്കിൽ നമുക്കത് നൽകിയത് നമുക്കത് ലഭിച്ചത് ദൈവത്തിൽ നിന്നല്ല എന്നോ നമുക്ക് ചിന്തിക്കുവാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് ഒരു പ്രയാസം ഈ മോശയും അഹരോനും ചെന്ന് ഫറവോനോട് സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെ പ്രയാസവും ബുദ്ധിമുട്ടുകളും ഉണ്ടായതുകൊണ്ട് അവർ പെട്ടെന്ന് അവരോട് തിരിച്ച് ഒരു ആലോചനയില്ലാതെ അല്ലെങ്കിൽ ഒരു എന്താണ് ഇവർ പറഞ്ഞത്, എന്തിനാണ് ഇവർ വന്നത്, എന്താണ് അവരോട് സംസാരിച്ചത് എന്നത് ഓർക്കാതെ സംസാരിക്കുമ്പോൾ അത്തരത്തിലുള്ള സംസാരങ്ങൾ, അത്തരത്തിലുള്ള അധരങ്ങളിൽ നിന്ന് വരുന്ന സംസാരങ്ങളെയാണ് നമ്മൾ പരിച്ഛേദന ഏൽക്കാത്ത അധരങ്ങൾ അല്ലെങ്കിൽ പരിച്ഛേദന ഏൽക്കാത്ത അധരങ്ങൾ എന്നുള്ള സംസാരമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് നാം തീർച്ചയായിട്ടും ദൈവം നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. ഏത് പ്രയാസങ്ങളിലും ഏത് പ്രതിസന്ധികളിലും നമ്മളെ ഉപേക്ഷിക്കാതെ നമ്മളെ കൈവിടാതെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് യോഹന്നാൻ സുവിശേഷം 14:27, അതുപോലെ യോഹന്നാൻ 16:33, ഫിലിപ്പിയർ 4:6-7 ഇവിടെയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ നേരത്തെ പുറപ്പാട് പുസ്തകത്തിൽ വായിച്ച പോലെ തന്നെ ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും, ഞാൻ നിങ്ങൾ ദൈവമായിരിക്കും
എന്ന് പുറപ്പാട് 6:7 പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ രക്ഷകനായിട്ട്, നമ്മുടെ വീണ്ടെടുപ്പുകാരനായിട്ട്, നമ്മളെ വഴി നടത്തുന്ന ദൈവമായിട്ട്, നമുക്ക് ആശ്രയമായിട്ട് ഒരു ദൈവം എല്ലാ നാളും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ നാം മറ്റുള്ളവർ സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത, ദൈവവിശ്വാസമില്ലാത്ത മനുഷ്യർ സംസാരിക്കുന്ന പോലെ നാം സംസാരിക്കാതെ തീർച്ചയായും എല്ലാ നാളും, എല്ലാ സമയവും, എല്ലായ്പ്പോഴും നമ്മളെ പരിപാലിക്കുകയും നമ്മളെ സൂക്ഷിക്കുകയും നമ്മളെ വഴി നടത്തുകയും ചെയ്യുന്ന ഒരു യഹോവ, ഒരു ദൈവം നമുക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കി ഇസ്രായേൽ ജനത്തിൻ്റെ ഈ ജീവിതത്തിൽ അവർക്ക് ഉണ്ടായ ഒരു പ്രതികരണം, അല്ലെങ്കിൽ അവർക്ക് തോന്നിയ, അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്ത, അല്ലെങ്കിൽ അവരുടെ പ്രതികരണം നാം മനസ്സിലാക്കുമ്പോൾ അത്തരം പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതെ ദൈവത്തെ അറിഞ്ഞും ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിൻ്റെ വചനങ്ങളിൽ ഉറപ്പുള്ളവരായിട്ട് നമുക്ക് നിലക്കുവാൻ കഴിയണം, അല്ലെങ്കിൽ ജീവിക്കുവാൻ കഴിയണം എന്ന് നമ്മളോടൊന്ന് മനസ്സിലാക്കുന്നു. നാം അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ജൂലൈ 17 വ്യാഴം, ഫറവോൻ ദൈവത്തെ പോലെ. നാം നേരത്തെ ചിന്തിച്ചതുപോലെ മിസ്രൈമിലെ ഫറോ രാജാക്കന്മാർ അവരേറ്റവും കൂടുതൽ അധികാരമുള്ളവരും ഏകാധിപതികളും തങ്ങളുടേതായ തീരുമാനങ്ങൾ പൂർണ്ണമായിട്ടും മറ്റുള്ളവർ അനുസരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് മാത്രമല്ല, മിസ്രൈമിലെ ജനങ്ങൾ ഫറവോന്മാരെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് കാണുകയും ബഹുമാനിക്കുകയും അവരെ അങ്ങനെ ആരാധിക്കുകയും ചെയ്യുന്ന രീതിയും ഉണ്ട് എന്ന് നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ തന്നെ ഫറവോൻ മിസ്രൈമിലെ ഒരു ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെ ആയിരിക്കുന്നൊരു വ്യക്തിയാണ് എന്ന ഒരു ചിന്ത എപ്പോഴും നമുക്ക് അവരിൽ കാണുവാൻ കഴിയും. ഇവിടെ ദൈവം മോശയോട് ഫറവോൻ്റെ അടുക്കിലേക്ക് പോകുവാൻ പറയുമ്പോൾ മോശ പറയുന്നത്, ഞാൻ അത് അല്ലെങ്കിൽ ചെയ്യണമോ, അല്ലെങ്കിൽ ഫറവോൻ ഞാൻ പറഞ്ഞാൽ എൻ്റെ വാക്ക് കേൾക്കുമോ, അല്ലെങ്കിൽ എനിക്ക് ഫറവോന് സംസാരിക്കാൻ എനിക്ക് കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ മോശ ദൈവസന്നിധിയിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കൽ, യഹോവയുടെ അടുക്കൽ, ഫറവോൻ എന്ന് പറയുന്ന രാജാവിൻ്റെ അടുക്കൽ പോയി സംസാരിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിലുള്ള പ്രാപ്തി എനിക്കുണ്ടോ എന്ന് തൻ്റെ കഴിവിൽ സംശയിക്കുന്നതോടൊപ്പം തൻ്റെ ഒരു താഴ്മയുടെ മനോഭാവം മാത്രമല്ല, ഈ ഒരു ദൗത്യത്തിൽ നിന്ന് കഴിയുമെങ്കിൽ എന്നെ ഒഴിവാക്കി തരണമെന്നൊരു അപേക്ഷ കൂടി ആ ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കാരണം ദൈവം മോശയോട് സംസാരിച്ച് തുടങ്ങിയത് മുതൽ ഈ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന സാഹചര്യം വരുമ്പോഴും അത് താൻ ആഗ്രഹിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ പ്രതികൂലമാവുന്ന ഒരു അനുഭവമാണ് ദൈവത്തിൻ്റെ മക്കൾക്ക്, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അപ്പം അതുകൊണ്ട് തന്നെ മോശയ്ക്ക് തുടർന്ന് തൻ്റെ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലുണ്ടായാൽ അത്തരം ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല മോശ എന്ന് ഇസ്രായേൽ ജനത്തോടുള്ള മോശയുടെ സ്നേഹത്തെ സംബന്ധിച്ച്, കരുതലിനെ സംബന്ധിച്ച് ചില മുൻ സംഭവങ്ങൾ, അല്ലെ മോശയുടെ തീരുമാനങ്ങളിൽ നിന്ന്
എത്രമാത്രം തൻ്റെ ജനത്തെ മോശ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്കറിയുകയും അത് പൂർണ്ണമായിട്ടും ദൈവത്തിന് മോശയുടെ ഹൃദയം വായിക്കുവാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തെ അവരുടെ ആ അടിമത്തത്തിൽ നിന്ന്, മിസ്രയീമിൻ്റെ നുകത്തിൽ നിന്ന് വിടുവിപ്പാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി, അനുയോജ്യനായ വ്യക്തി മോശ തന്നെയാണ് എന്ന് ദൈവത്തിന് അറിയാമായിരുന്നതുകൊണ്ടാണ് അത്രയും ഒഴിവൊഴിവുകളൊക്കെ മോശ പറഞ്ഞിട്ടും, തൻ്റെ കുറവുകൾ ദിവസങ്ങളിലെടുത്ത് പറഞ്ഞിട്ടും, അല്ലെങ്കിൽ തൻ്റെ ബലഹീനത എന്താണ് എന്ന് ദൈവത്തിൻ്റെ പറഞ്ഞിട്ടും മോശ ആ ദൗത്യമായിട്ട് മുൻപോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുവാൻ കാരണം. ഇവിടെ മോശ ദൈവത്തോടൊരു കാര്യം പറയുന്നുണ്ട്. മോശയെ ദൈവം ആദ്യം വിളിച്ച് സംസാരിക്കുമ്പോഴും, അല്ലെങ്കിൽ മോശയുടെ ദൗത്യം ഏൽപ്പിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഫറവോൻ്റെ വിശ്വാസനായിട്ട് ഫറവോൻ്റെ സന്നിധിയിൽ കാണിക്കുവാൻ ദൈവം മോശയോട് ആവശ്യപ്പെട്ട ആ വീര്യപ്രവൃത്തി, അത്ഭുത പ്രവൃത്തി അത് കേട്ട് മനസ്സിലാക്കിയിട്ടും മോശ പറയുന്നത്, എന്നോട് സംസാരിക്കുമ്പോഴും ഞാൻ സംസാരിക്കുവാൻ അല്ലെങ്കിൽ വാക്ചാതുര്യമില്ലാത്തവനായിരുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യം മോശ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത്രയും അല്ലെങ്കിൽ അത്ഭുത പ്രവൃത്തി ഫറവോൻ്റെ മുൻപിൽ കാണിക്കുവാൻ കഴിയുന്ന ദൈവത്തിന് അത് മോശയോട് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ മോശയ്ക്ക് സംസാരിക്കുവാൻ വാക്ചാതുര്യമില്ലാത്തവനാണെന്ന് ദൈവത്തിനറിയാമെങ്കിലും ദൈവം ഒരുപക്ഷെ അതും മാറ്റിക്കൊടുക്കുവാൻ അല്ലെങ്കിൽ മാറ്റിക്കൊടുക്കുമോ എന്നൊരു ചിന്ത മോശയുടെ അല്ലെങ്കിൽ ഹൃദയത്തിൽ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് തോന്നാം. കാരണം മുമ്പ് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ വാക്ചാതുര്യമില്ലാത്തവനായിരുന്നു. അപ്പോൾ തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഫറവോൻ്റെ തീരുമാനങ്ങളിൽ മാറ്റമുണ്ടാക്കുവാനും, താൻ മിസ്രയീമിലെ ദൈവമാണ് അല്ലെങ്കിൽ ദൈവത്തിന് തുല്യനായ ഒരു വ്യക്തിയാണ്, അല്ലെ രാജാവാണ്, എനിക്കപ്പുറമായിട്ട് മിസ്രയീമിൽ മറ്റാരും ഇല്ല, മറ്റാരുടെയും വാക്കുകൾ കേൾക്കുവാനും അനുസരിക്കുവാനും എനിക്ക് യാതൊരു ആവശ്യവുമില്ല, അങ്ങനെ ഒരിക്കലും ചിന്തിക്കുന്ന പോലുമില്ല എന്ന് കരുതുന്ന ഒരു ഫറവോൻ്റെ മുൻപിൽ മോശയെപ്പോലെ സംസാരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ വാക്ചാതുര്യമില്ലാത്ത ഒരു വ്യക്തിയെ ഒരു സഹായ മുഖാന്തരം ഫറവോൻ്റെ മുമ്പിലേക്ക് അയക്കുമ്പോൾ ഫറവോൻ തന്നെക്കുറിച്ച് ചിന്തിച്ചു വച്ചിരുന്ന കാര്യങ്ങൾ, ഫറവോൻ വിശ്വസിച്ച് വച്ചിരുന്ന കാര്യങ്ങൾ, അല്ലെ തന്നെക്കുറിച്ച് ഫറവോൻ ഉണ്ടായിരുന്ന ആ കാഴ്ചപ്പാട്, അത് എത്രമാത്രം ദൈവത്തിനു മുമ്പാകെ വെറും നിസ്സാരമാണ് എന്ന് ഫറവോനെ മനസ്സിലാക്കി കൊടുക്കുവാനാണ് നല്ലതുപോലെ സംസാരിക്കാൻ കഴിയുന്ന അഹരോനെ വാസ്തവം പറഞ്ഞാൽ ആ ദൗത്യം ഏൽപ്പിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ഏൽപ്പിക്കാതെ ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മോശ സംസാരിച്ച് അത് കേട്ട് ഫറവോനോട് പരസ്യമായിട്ടത് പറയുവാൻ അഹരോനെ ആക്കി വയ്ക്കുമ്പോൾ ആ ഫറവോൻ്റെ ചിന്തയ്ക്കും ധാരണയ്ക്കും വിശ്വാസത്തിനും ആദ്യമായിട്ട് ഒരു ക്ഷതമേൽപ്പിക്കുക എന്ന് ദൈവം ചിന്തിച്ചതുകൊണ്ടാണ് ഒരു വലിയ രാജാവിൻ്റെ ദൈവത്തിന് തുല്യമായ അധികാരമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവപുത്രനെ പോലെ ആണ് താൻ എന്ന് കരുതുന്ന മിസ്രൈമിലെ ഒരു അല്ലെങ്കിൽ വ്യക്തിക്ക് പോലും അല്ലെങ്കിൽ മറ്റൊരു അല്ലെങ്കിൽ ശക്തിക്ക് പോലും തന്നോട് ആജ്ഞാപിക്കുവാനോ അല്ലെ തന്നോട് കൽപ്പിക്കുവാനോ കഴിയില്ല, അല്ലെ അത് ഒരിക്കലും
അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു ഫറവോൻ്റെ അടുക്കലേക്ക് സംസാരിക്കാൻ കഴിവില്ലാത്ത വിക്കുള്ള ഒരു വ്യക്തിയെ ദൈവം പറഞ്ഞു വിടുമ്പോൾ ആ വ്യക്തി മറ്റൊരു വ്യക്തിയെ വക്താവാക്കി നിർത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ഫറവോന് കേൾക്കാതിരിക്കാൻ കഴിയില്ല എന്നത് ദൈവത്തെ ജനമായ ഇസ്രയേൽ മിസ്രൈമിൽ നിലനിൽക്കുന്നതിൻ്റെ, അവർ വളർന്നു വരുന്നതിൻ്റെ, അവരുടെ അല്ലെങ്കിൽ ജനസംഖ്യ വർദ്ധിക്കുന്നതിൻ്റെ വലിയ ആപത്ത് മുന്നിൽ കാണുന്ന ഫറവോന് ഈ മോശയും അഹ്റോനും പറയുന്ന കാര്യങ്ങൾ അവഗണിക്കാനും കഴിയാത്തതായിട്ടുണ്ട്. അപ്പോൾ നോക്കുക, മനുഷ്യരുടെ തെറ്റായ ചിന്താഗതികൾ, അവർ ഉണ്ടാക്കിയെടുക്കുന്നതായ ചില അല്ലെങ്കിൽ അവരുടെ ചില മോഹങ്ങൾ, അവർ തന്നെ വരച്ച് ഉണ്ടാക്കുന്ന ചിത്രങ്ങൾ അതെത്ര അർത്ഥശൂന്യമാണോ എന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം എത്ര ചെറിയ കാര്യങ്ങളിലൂടെ അത് പ്രവർത്തിക്കുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ വാസ്തവം പറഞ്ഞാൽ ഫറവോൻ്റെ ഹൃദയം കഠിനമാകുന്നു അല്ലെങ്കിൽ കഠിനമാക്കുന്നു എന്ന് ദൈവം പറയുമ്പോൾ അങ്ങനെ കഠിനമാക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ ഫറവോൻ്റെ മനസ്സ് അങ്ങനെയാണ്. ഫറവോൻ ആർക്കും കീഴ്പ്പെടാത്ത, ആര് പറഞ്ഞാലും അനുസരിക്കാത്ത, അല്ലെങ്കിൽ യഹോവയുടെ ശബ്ദം കേൾക്കുവാൻ അവൻ ആരാണ്, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ആ യഹോവ ആരാണ് എന്നും മിസ്രൈമിലെ ദേവന്മാരെക്കാൾ, ദേവതകളേക്കാൾ, ദൈവങ്ങളെക്കാൾ സകലതിനെയും നിയന്ത്രിക്കുവാനും സകല അല്ലെങ്കിൽ ചരാചരങ്ങളെയും സൃഷ്ടിച്ച യഹോവ ആരാണ് എന്ന് ഫറവോൻ ഓരോന്നോരോന്നായിട്ട്, പെട്ടെന്നല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ യഹോവയെ മനസ്സിലാക്കണമെന്ന് ദൈവം ചിന്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊരു രീതി ദൈവം തിരഞ്ഞെടുത്ത് മോശയും അഹരോനെയും അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായും ദൈവത്തെ പോലെ തന്നെ കരുതുന്ന ഫറവോൻ്റെ മുൻപിൽ മോശയ്ക്ക് കടന്നു പോകുവാൻ അല്ലെങ്കിൽ നിൽക്കുവാൻ പ്രയാസം തോന്നിയപ്പോഴും തൻ്റെ ബലഹീനതകൾ എടുത്തു പറഞ്ഞ് താൻ പോയി സംസാരിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത്, അല്ലെങ്കിൽ താൻ പോയി സംസാരിച്ചാൽ ഒരുപക്ഷെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അല്ലെങ്കിൽ എത്രമാത്രം അത് ഉദ്ദേശത്തെ സഫലീകരിക്കാൻ അല്ലെങ്കിൽ പര്യാപ്തമാകില്ലെന്നൊക്കെ ദൈവത്തോട് വാസം പറഞ്ഞാൽ മോശയ്ക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെയും അറിയുന്ന ദൈവമാണ് മോശയോടത് സംസാരിച്ചത് എന്ന് നമുക്കറിയാം. എന്നാൽ ദൈവം ഒരിക്കലും മോശയെ ദൗത്യത്തിൽ നിന്ന് മാറിപ്പോകുവാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ അനുവദിക്കില്ല എന്ന് മോശയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് വീണ്ടും മറ്റൊരു ഒഴിവഴിവുകൾ മോശ പറയാതെ ആ ദൗത്യം ഏറ്റെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്ന് അനേക മനുഷ്യർ നമ്മുടെ ലോകത്തിലുണ്ട് ഈ ഫറവോൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നവർ. അപ്പോൾ തങ്ങളുണ്ടാക്കുന്ന ഒരു സാമ്രാജ്യത്തിൽ, തങ്ങളുണ്ടാക്കുന്ന ഒരു ചുറ്റുപാടിൽ, താൻ വിശ്വസിക്കുന്ന ചില വിശ്വാസ പ്രമാണങ്ങളിൽ, തൻ്റെതായ മാത്രം ചില അല്ലെങ്കിൽ പ്രത്യേകതകളിൽ തങ്ങൾ മറ്റൊരുത്തർക്കും കീഴ്പ്പെടുകയോ മറ്റൊരുത്തരെ അനുസരിക്കുകയോ മറ്റാരും പറയുന്നത് കേൾക്കുവാനോ അല്ലെങ്കിൽ മനസ്സില്ലാത്ത, അതിന് മനസ്സ് കാണിക്കാത്ത അനേകർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഫറവോൻ എങ്ങനെയാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന്
മാറി ചിന്തിക്കുവാൻ ഇടയായി തീർന്നതും ആ ഒരു അവസ്ഥയിലേക്ക് ഫറവോനെ കൊണ്ടുവരുവാൻ ദൈവം ഒരുക്കിയ അനേക വഴികളെയും നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ കരുതുന്ന, ചിന്തിക്കുന്ന, വിശ്വസിക്കുന്ന അനേകർക്ക് താൻ ഉണ്ടാക്കി വെച്ച വെറും സാങ്കല്പികമായ പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് എന്നും അതിന് യാതൊരു തരത്തിലും നിലനിൽപ്പും ഇല്ല എന്നും അതൊരു വിധത്തിലും തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളെ സഹായിക്കുക ഇല്ല എന്നും തനിക്ക് പിൻബലമാകുകയില്ല എന്നും മനസ്സിലാക്കുന്ന അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനും ബഹുമാനിക്കുവാനും അനുസരിക്കുവാനും ആ ദൈവത്തിൻ്റെ വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാം ഓരോരുത്തരും നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നാം നമ്മളെ മറ്റൊരു വ്യക്തിയായി പ്രതിഷ്ഠിക്കാതെ നമുക്ക് അങ്ങനെയുള്ളൊരു പരിവേഷം നമ്മൾ നൽകാതെ ദൈവം നമ്മളെ എന്ത് ഏൽപ്പിച്ചിരിക്കുന്നു, നാം എങ്ങനെ ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ദൂതുകൾ നാം ഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് നാം ജീവിക്കുവാൻ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടവരാണ് എന്ന് ഈ ഒരു ദൈവത്തിൻ്റെ മോശയുടെയും അഹരോനെയും ഫറവോന് മുമ്പിൽ നിർത്തിക്കൊണ്ട് ദൈവം ഫറവോൻ്റെ മനസ്സിൽ വരുത്തുന്ന അല്ലെ ഫറവോൻ്റെ ചിന്തയിൽ വരുത്തുന്ന മാറ്റങ്ങൾ അത് മനസ്സിലാക്കി നമുക്കും നമ്മളെ തിരുത്തി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചിന്തകളോ ആശയങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കി പൂർണ്ണമായിട്ട് നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവ് അവിടുത്തെ ഹിതപ്രകാരം ജീവിപ്പാൻ എന്നെ അവിടുന്ന് സഹായിക്കുകയും അവിടുത്തെ ദൈവികമായ ആലോചന എൻ്റെ ജീവിതത്തിൽ നൽകി തന്ന് ഞാൻ നടക്കേണ്ടുന്ന വഴി എനിക്ക് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം യഹോവയെ അംഗീകരിക്കാത്ത ഫറവോൻ്റെ മുൻപിൽ മോശെ ഫറവോന് യഹോവ ദൈവമാക്കി എന്ന് നമ്മൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരുടെ ചിന്താഗതി എത്ര മൗഢ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ദിനംതോറും നമ്മളെ നവീകരണത്തിൻ്റെയും പുതുക്കത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അനുഭവത്തിൽ കൊണ്ടുവരുവാൻ ആ ദൈവവചനം അനുസരിച്ച് ജീവിപ്പാൻ ഇങ്ങനെയുള്ള ദിനംതോറുമുള്ള വചന പഠനങ്ങൾ നമ്മളെ സഹായിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ഈ പാഠങ്ങളൊക്കെ പഠിക്കുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രം നമുക്ക് അറിയാത്തത് കൊണ്ടോ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പരിചിതമല്ലാത്തത് കൊണ്ടോ അല്ല. എന്നാൽ ഈ ദൂതുകളിൽ അടങ്ങിയിരിക്കുന്നതായ വലിയ സത്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, വ്യക്തി ജീവിതങ്ങളിൽ നമ്മൾ താരതമ്യം ചെയ്തുകൊണ്ട് അത് വിലയിരുത്തിക്കൊണ്ട് നാം ഓരോരുത്തരും എങ്ങനെ നമ്മളെ തന്നെ ഒരുക്കി നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി നാം ദൈവസന്നിധിയിൽ കൊള്ളാവുന്നവരായി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പ്രാഗൽഭ്യമുള്ളവരായി നിൽപ്പാൻ തക്കവണ്ണം, ജീവിപ്പാൻ തക്കവണ്ണം നമ്മളെ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ പാഠങ്ങളൊക്കെ ദിവസം തോറും പഠിക്കുവാൻ നമുക്ക് നൽകി തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയ മക്കളെ, നാം പഠിക്കുന്ന പാഠങ്ങളൊക്കെയും നമ്മുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ അല്ലെങ്കിൽ പ്രത്യാശയും അതുപോലെ വിശ്വാസവും നൽകി പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ കർത്താവിൻ്റെ വാഗ്ദത്തം ഓർത്തുകൊണ്ട് ഞാൻ എല്ലാ കാലത്തും
നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അവർ പ്രത്യാശയിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠം ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പാഠപഠനത്തിൽ സംബന്ധിക്കുന്ന, ഈ പാഠം കേൾക്കുന്ന, പഠിക്കുന്ന, ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മീയമായിട്ട് ലഭിക്കുന്ന ഓരോ കാര്യങ്ങളിലും തീർച്ചയായും നമുക്ക് സന്തോഷമായി ദൈവത്തെ മഹത്വപ്പെടുത്തുക, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ദൈവസന്നിധിയിൽ മുൻപോട്ട് നടത്തട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നമുക്കിനി വീണ്ടും കാണുന്നവരെയും ദൈവത്തിൻ്റെ വിശാലം വരിച്ചവൻ മറവില്ല. ദൈവം നമ്മളെ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, വീണ്ടും അടിയങ്ങൾക്ക് അവിടുത്തെ വചനം പഠിക്കുവാൻ നൽകിത്തന്ന ഈ സമയത്തെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവേ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരും, കഷ്ടങ്ങളുണ്ടാവും, വളരെ പ്രതിസന്ധികൾ കർത്താവെ നേരിടുവാൻ പലപ്പോഴും ഇടയായിത്തീരും എന്നടിയങ്ങൾ പഠിക്കുമ്പോൾ കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ കാലവും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന വാക്തം നൽകിയ കർത്താവ് അടിയങ്ങൾ ദിനംതോറും അവിടുന്ന് വഴി നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല അടിയങ്ങളെ കർത്താവെ പൂർണ്ണമായ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ, കർത്താവിനെ കൂടാതെ അടിയങ്ങൾക്ക് ആശ്രയവും അടിയങ്ങൾ കർത്താവെ അടിയങ്ങൾക്ക് അഭയവും മറ്റൊന്നുമില്ല, മറ്റൊരിടവുമില്ല. കർത്താവ് അടിയങ്ങളുടെ കർത്താവ് ജീവിതത്തിൽ കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മറ്റെല്ലാ കാര്യങ്ങളും അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ പരിമേൽപ്പിച്ചുകൊണ്ട് അവിടുന്ന് അടിയങ്ങൾക്ക് നൽകിത്തരുന്ന ഓരോ കാര്യങ്ങളും ഓരോ അനുഗ്രഹങ്ങളും കർത്താവ് അടിയങ്ങൾ സ്വീകരിച്ച് നന്ദിയുള്ളവരായി കർത്താവിൻ്റെ പാതപ്പെടുത്തെങ്കിൽ അടിയങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ദിനംതോറും കർത്താവ് അവിടുത്തെ ആത്മാവിൽ ബലപ്പെട്ട് കർത്താവിൻ്റെ പ്രത്യാശയിൽ ജീവിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾ ഓരോരുത്തരോടൊന്ന് സഹായിക്കണം. അടിയങ്ങൾ പഠിക്കുന്ന വചനങ്ങൾ, കർത്താവത്തിൽ നടികൾക്ക് ലഭിക്കുന്ന ദൂതുകൾ അടിയങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അടിയങ്ങൾ ജീവിതത്തിൽ കർത്താവ് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി, അടിയങ്ങളുടെ കർത്താവ് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി, അടിയങ്ങൾ കർത്താവ് ദിനംതോറും എൻ്റെ കർത്താവെ ആത്മാവിൽ വളരുവാനും ശക്തിപ്പെടുവാനും അടിയങ്ങളോടൊന്ന് സഹായിക്കണം. വചനം പഠിക്കുവാനുള്ള നല്ല മനസ്സിൻ്റെ കർത്താവ് അടിയങ്ങൾക്ക് തരണം. കർത്താവ് അടിയങ്ങൾ പഠിക്കുക മാത്രമല്ല അതടിയ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് കർത്താവ് അടിയങ്ങൾക്ക് നിലനിൽപ്പാൻ ജീവിപ്പാൻ അടിയങ്ങൾ ഒന്നൊരുക്കണം. കർത്താവ് എല്ലാത്തിൻ്റെ മക്കളെയും അവിടുത്തെ കൃപയിലൂടെ കാത്തുകൊള്ളണം. ആവശ്യങ്ങളിൽ കൂടിയിരിക്കണം. കർത്താവ് എല്ലാ പ്രയാസ പ്രതികൂലങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്നും മറ്റു ബുദ്ധിമുട്ടുകൾ കർത്താവ് നിന്ന് പിടിപ്പിക്കണം. അവിടുത്തെ സ്വർഗീയ സമാധാനത്തെ നിറയ്ക്കണം. മനോമത്ത കർത്താവയോട് തെറ്റക്കണം. അടിയങ്ങൾക്ക് ആ ജീവനെ തന്ന യേശുനാമം ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ.